റീന, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഞാൻ നഴ്സറിന്ന് വാങ്ങിച്ചുകൊണ്ട് നട്ട ചെടിയാട്ടോ. വെറുതെ ഒരു 100 രൂപ 120 രൂപയും കണ്ടു കൊടുത്തു. ചെറിയൊരു തൈയായിരുന്നു. ഇത് വലുതായി കഴിഞ്ഞപ്പോ അതിന്റെ വേരേന്ന് പൊട്ടി വന്നതാണ് ഇത്. ഇത് വല്ലാത്തൊരു എന്താണ് അല്ലേ? എന്റെ 20 വർഷം പഴക്കമുള്ള ആന്തൂറിയാണിത്. ഇതിന്റെ പൂവൊക്കെ ഞാനിങ്ങനെ ഫ്ലവർ വേസിൽ വെക്കാനൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. സിങ്കോണിയം ആണ്. സിങ്കോണിയത്തിന്റെ ഒരു 8-10 വെറൈറ്റി ഉണ്ട് ഇവിടെ. ക്രേസി ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെടികളെ കാണുവാനും അവയെ മനസ്സിലാക്കുവാനും ഒക്കെയുള്ള ഒരു അവസരവും ഞാൻ പാഴാക്കാറില്ല. അങ്ങനെയാണ് ചോറ്റാനിക്കരയിലുള്ള പുത്തൻ വീട്ടിൽ ജോർജ് സാറിന്റെയും റീന ചേച്ചിയുടെയും വീട്ടിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇതുവരെ ഞാൻ പല ഹോം ഗാർഡനുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഭംഗിയുള്ള ബിഗോണികളും അതുപോലെ തന്നെ നല്ല തണുപ്പാണ് ഇവിടെ വന്നാൽ. നിറച്ച മരങ്ങൾ ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ചെടികളുടെ ആ ഒരു ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരു വീടാണിത്. അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പല പല പ്ലാന്റ്സും ഉണ്ട്. പോത്തോസുകളൊക്കെ ഇങ്ങനെ നിലത്ത് ഇഴഞ്ഞ് കിടക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മരച്ചുവടാണ്. ഈ മരച്ചുവടിന്റെ ചുറ്റിലും നിറച്ച് ചെടികളും. ശരിക്കും നമ്മളൊരു ആശ്രമത്തിലോ അമ്പലത്തിന്റെ അടുത്തൊക്കെ പോയിരിക്കുന്നത് പോലെ വളരെ ശാന്തത തോന്നുന്ന ഒരിടമായിട്ട് തോന്നുകയാണ്. അതുപോലെ തന്നെ ഈ ചെടികളൊക്കെ ഇങ്ങനെ നിലത്തുകൂടെ ഇഴഞ്ഞ് പരവതാനി വിരിച്ചതുപോലെ കിടക്കുന്ന ഈ ഒരു മനോഹര കാഴ്ച, ആഹാ എന്താ രസം, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾക്ക് മോഡേൺ ചെടികളുമുണ്ട്, പണ്ടത്തെ ചെടികളുമുണ്ട്. നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. എല്ലാത്തിനും നല്ല ഹെൽത്തി ഫീലിംഗ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു നിറച്ചാർത്താണ്. ചുവപ്പും പച്ചയും ബ്രൗണും അതുപോലെ തന്നെ വൈറ്റും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ മനോഹര കാഴ്ച എല്ലാവർക്കും ഇഷ്ടമാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇത് കണ്ടോ, എൻജോയ് പോത്തോസുകൾ എത്ര ഹെൽത്തി ആയിട്ടാണ് നിലത്തുകൂടി അങ്ങനെ ഇഴഞ്ഞു കിടക്കണേന്ന് നോക്കിക്കേ. അതുപോലെ തന്നെ ഒരു ഡ്രസീനി ഉണ്ട്. അതുപോലെ ബിഗോണിയ, ഈ നല്ല ഭംഗിയുള്ള ബിഗോണിയ ഇങ്ങനെ വിടർന്ന് നല്ല രസമായിട്ട് ഇലകളൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. വാൻഡ്രിങ് ട്യൂബ് ഇവിടെ വന്ന് തലയിട്ട് പതുക്കെ എത്തി നോക്കുന്നുണ്ട്. നല്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ഇത് വളരെ ഭംഗിയുള്ള ഒരു ക്ലൈംബിംഗ് ബിഗോണിയാണ്. ഇതിൻ്റെ ഒരു കട്ടിംഗ് ആണ് നമ്മളൊരു പുതിയ ചെടി ആക്കി മാറ്റുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു കട്ടിംഗ് ഉണ്ട്, അതായത് ഇവിടെ ഇങ്ങനെ റൂട്ട് ഉണ്ട്. ആ റൂട്ടിൻ്റെ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് അതൊരു ചെടിയാക്കി മാറ്റാനായിട്ട് പറ്റും.
അങ്ങനെ ഒരു 2-3 ആഴ്ചയൊക്കെ പിടിക്കുക ആവുമ്പോഴാണ് അതിൽ നിന്ന് പുതിയ പുതിയ ലീഫൊക്കെ വരികയുള്ളൂ. അതുപോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ട്യൂബില് ചുറ്റി കയറ്റാനോ അല്ലെങ്കിൽ മരത്തിൽ കയറ്റിവിടാനോ അല്ലെങ്കിൽ ഇത്തിരി ബുഷിയായിട്ട് അതിന്റെ കുമ്പോശം അങ്ങോട്ട് കട്ട് ചെയ്ത് നമുക്ക് നിർത്താനോ ഒക്കെ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്പോട്ട മരം. അതിൽ കിടക്കുന്ന ഒരു ക്ലൈംബിംഗ് ബിഗോണിയ ആണിത്. നമ്മുടെ വെയിൽ കൊള്ളുമ്പോഴാണ് ഇവയ്ക്ക് നല്ല കളറൊക്കെ വന്ന് നല്ല വയലറ്റ് നിറമായിട്ട് അവ മാറുന്നത്. നല്ല ഭംഗിയുള്ള ഈ ചെടി നമ്മുടെ വീടുകളിൽ വളരെ അലങ്കരിക്കുവാനായിട്ട് വളരെയധികം നമ്മൾക്ക് ഇഷ്ടമുള്ള, നമുക്ക് സ്നേഹം തോന്നുന്ന ഒരു ചെടിയാണ്. 70 വർഷം പഴക്കമുള്ള ഒരു മാവിന്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ മാവും ഇവിടെ മുറ്റമൊക്കെ ശരിയാക്കിയപ്പോഴൊന്നും ഈ മാവിനെ കളഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഈ മാവിലേക്ക് ധാരാളം ചെടികളും കയറ്റിവിട്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള പോത്തോസുകളും അതുപോലെ തന്നെ ചിങ്കോണിയും പിന്നെ അതുപോലെ നല്ല നല്ല ഭംഗിയുള്ള വേറൊരു ഓർക്കിഡുകൾ. ഇവയുടെ ഫ്ലവർ ഇപ്പൊ തീർന്നു. അങ്ങനെ ഒരുപാട് ചെടികളെ സംരക്ഷിക്കുന്ന ഒരു മാവായിട്ട് ഇതിനെ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് മാമ്പഴങ്ങളും കിട്ടും, അതുപോലെ തന്നെ ചെടികൾ നല്ല ഭദ്രമായിട്ട് ഇവയിൽ വളർന്നു വരികയും ചെയ്യുകയാണ്. അപ്പൊ ഈ ചെടികളെയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ ചെടികളുടെ എല്ലാം ഉടമസ്ഥയായ റീൻ ചേച്ചി ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമില്ലേ? അപ്പൊ നമുക്ക് ചേച്ചിനെ വിളിക്കാം. ഇവിടെ ഉണ്ടോന്ന് നമുക്ക് നോക്കാം കേട്ടോ. റീൻ ചേച്ചി, ഇതാണ് നമ്മുടെ സ്വന്തം ചേച്ചി. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരിയുടെ ഒരു പ്രസരിപ്പോട് കൂടിയാണ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് ഈ ചെടികളിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒന്ന് പരിചയപ്പെടുകയും അതുപോലെ പരിചയപ്പെടുത്തുകയും ഈ ചെടികളെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യാം അല്ലെ? ഇതാണ് നമ്മുടെ ചെടിയുടെ കൂട്ടുകാരി റീൻ ചേച്ചി. അപ്പൊ റീന ചേച്ചിയുടെ വിശേഷങ്ങള് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോവാണ്. റീൻ ചേച്ചി ഒന്ന് പരിചയപ്പെട്ടോളൂ. എന്റെ പേര് റീന. രണ്ടുപേരും റീനയാണ്. ഞാൻ ഹൗസ് വൈഫാണ്. ചെടിയിലേക്ക് 2 മക്കളാണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഒരാള് ഷിപ്പില് ക്യാപ്റ്റനാണ്, മറ്റേ ആള് തായ്ലൻഡില് GSC വർക്ക് ചെയ്യണു. മൂത്തയാൾക്ക് 3 കുട്ടികളുണ്ട്. രണ്ടാമത്തെ ആൾക്ക് 2 കുട്ടികളുണ്ട്. അവരൊക്കെ പോയി കഴിഞ്ഞ് പഠിക്കാനും ഇതിനൊക്കെ പോയി കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ഒത്തിരി സമയം അപ്പം ചെടിയിലേക്കായി. ആദ്യമൊക്കെ എംബ്രോയിഡറി ചെയ്യായിരുന്നു, നന്നായിട്ട് തയ്ക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചെടിയിലേക്കായി കഴിഞ്ഞപ്പോ ഒരെണ്ണം കിട്ടി കഴിയുമ്പോ അടുത്ത വെറൈറ്റി അങ്ങനെയാണ് ഇത്രയും ചെടിയിലേക്ക് വന്നത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനെങ്ങനെയാണ് വളം എന്താണ് നമ്മൾ ചെയ്യുന്നത്? വളം ചാണകപ്പൊടിയാണ് മെയിൻ ആയിട്ട് ഇടാറ്. നമുക്ക് ഇപ്പം പശുവുണ്ട്, അതിന്റെ ചാണകപ്പൊടി ഇടും. അല്ലെങ്കിൽ സ്ലേറിയൊക്കെ ഉപയോഗിക്കും. അങ്ങനെയുള്ള അത് മറ്റേ വേപ്പിൻ പിണ്ണാക്കും മറ്റേ കപ്പലണ്ടി പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചിട്ട് അതൊഴിക്കും. ഭയങ്കര സ്മെല്ലാണ്. അത് നമ്മള് എങ്ങനെ എത്ര നാളൊക്കെ കൂടുമ്പോൾ? ഒരു മാസത്തിലൊരിക്കലും? അങ്ങനെ മാസത്തിലൊരിക്കലാണ് ഞാൻ ഒഴിക്കാറുള്ളൂ. അത് പുളിപ്പിച്ചിടുമ്പോ തന്നെ ഇവിടെ വഴക്കോടുന്നത്. പിന്നെ ഇത് റോഡ് സൈഡ് അല്ല, എപ്പോഴും ആരും വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ വൈകുന്നേരം ഒക്കെ അങ്ങ് ഒഴിച്ചിട്ട് അങ്ങ് നനച്ച് രാവിലെയൊക്കെ അങ്ങ് നനച്ചു കൊടുക്കുമ്പോ കുറച്ച് ദിവസം 2-3 ദിവസത്തേക്ക് മണമായിരിക്കും. എന്നാലും അതാണ് മെയിനായിട്ട്. പിന്നെ പൂവുണ്ടാവാനായിട്ട് ബൊഗീൻവില്ലിക്ക് എന്താ കൊടുക്കണേ, NPK കൊടുക്കാറുണ്ട്. പിന്നെ പൊട്ടാഷ് ഇട്ട് കൊടുക്കും. അപ്പൊ 6 മാസം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കും. പിന്നെ ഈ നന എങ്ങനെയാണ്? വൈകുന്നേരം മുഴുവൻ നനയ്ക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് രാവിലെ നനയ്ക്കും, കുറച്ച് വൈകുന്നേരം നനയ്ക്കും. ഒരുപാട് ബിഗോണികളുടെ കളക്ഷൻ ഉണ്ട്, അതുപോലെ അഗ്ലോണിമയുടെ. അഗ്ലോണിമ നമുക്ക് എത്ര വെറൈറ്റി ഉണ്ട്? അഗ്ലോണിമ 50 വെറൈറ്റി ഉണ്ട്. ഗ്രീനും റെഡ് എല്ലാം ഇവിടെ വന്നപ്പോ ഒരു പ്രത്യേകത എന്നാന്നറിയോ? എല്ലാം ഗ്രീൻ അല്ല, എല്ലാം റെഡ് അല്ല, എല്ലാം മിക്സ് ആണ്. എല്ലാത്തിന്റെ ഒരു പല പല നിറങ്ങളുടെ ഒരു സമ്മേളനം എന്ന് പറയാൻ പറ്റും. അല്ല, ബിഗോണികളും ഒക്കെ ആണെങ്കിൽ നല്ല രസമാണ്. എന്റെ ആണെങ്കിൽ ബിഗോണികൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചീഞ്ഞു പോകുന്നത്. അതെന്തായിരിക്കും? വെയിലും പാടില്ല, അധികം വെള്ളവും പാടില്ല. വെയിലും ഉണ്ട്, അപ്പൊ തന്നെ അതിന്റെ ഇലയെല്ലാം വാടി. കലാത്തികളും അങ്ങനെയാന്ന് തോന്നുന്നു. വെയിൽ കൊള്ളാൻ പാടില്ല. ഇവിടെ പിന്നെ അത്യാവശ്യം തണലുള്ളത് ചെടികൾക്ക് നല്ല സുഖമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഒരു അഗ്ലോണിമ, കലാത്തി അങ്ങനത്തെയുള്ള ചെടികളൊക്കെ ഒരുപാടുണ്ടല്ലോ, 10-50 വെറൈറ്റീസ് ഉണ്ട്. അല്ലാതെ നമുക്ക് ഒരു സ്പെഷ്യൽ ചെടികൾ ഏതെങ്കിലും ഉണ്ടോ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടതോ അങ്ങനെ വല്ലോ? അതെ, അത് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. റെഡ് പാം എന്ന് പറഞ്ഞത് ഒരു
ഏകദേശം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 40 വർഷമായി. അയ്യോ, അത് പ്രേക്ഷകര് പ്രത്യേകിച്ച് നോട്ട് ഡൗൺ ചെയ്താണ് കേട്ടോ. ഞങ്ങളൊക്കെ ഒരു എന്താണ് എന്നും നിത്യയൗവനം എന്ന് പറയുന്നതാണ് റീൻ ചേച്ചിയെ കുറിച്ച്. കണ്ട നാള് മുതൽ എന്നും ഒരുപോലെയാണ് ഇരിക്കുന്നത്. 40 വർഷം മുമ്പ് എന്റെ അമ്മച്ചി കൊണ്ട് വെച്ച് തന്നാണ് ഈ റെഡ് പാം അല്ലേ? അത് കുഴിയെടുത്ത് അമ്മച്ചി തന്നെ നട്ടിട്ട് പോയതാണ്. ഇപ്പൊ ഇല്ലാട്ടോ, ആളില്ല, മരിച്ചുപോയി. ഇപ്പൊ 16 വർഷമായിട്ട് മരിച്ചുപോയതാണ്. ഇപ്പൊ എങ്കിൽ പോലും ആ ചെടി കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക സ്നേഹം നനയ്ക്കാൻ വരുമ്പോ അമ്മച്ചിനെ ഓർക്കും. പ്രത്യേകിച്ച് അവിടെ വരുമ്പോഴത്തേക്കും പ്രത്യേകം നമുക്ക് ചെടികളോട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ അമ്മയാണ് അത് നട്ടത് എന്നുള്ളത് ഓർക്കുമ്പോഴേക്കും അതിലേറെ ആ ഒരു ഓർമ്മകളും വരും. വേദനയോടൊപ്പം ഒരു സന്തോഷവും കൂടി വരുന്ന ഒരു കാര്യം. ചെടികളെ കാണുമ്പോൾ സന്തോഷവും, അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു അയ്യോ അമ്മ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്തയും വരും അല്ലെ. ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മച്ചിക്ക് ചെടികൾ. അമ്മച്ചിക്കും ചെടികൾ ഇഷ്ടമായിരുന്നല്ലേ? അമ്മച്ചിയുടെയൊക്കെ കാലത്ത് ഇതാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ചെത്തിയും ചെമ്പരത്തിയും ഒക്കെ വലുത്, ഹൈബ്രിഡ് അല്ല, വളരെ വലുത്. പിന്നെ അഗ്ലോണിമ കലാത്തിയൊക്കെ ഇപ്പൊ വന്നതല്ലേ? അതെ 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 അതെ. കഴിഞ്ഞ ഒരു വ്ളോഗ് ഞാൻ ചെയ്യാൻ ചെന്നപ്പോഴേ അവിടുത്തെ ചേച്ചിയോട് പറയും, മീന എന്ന് പറഞ്ഞ ചേച്ചിയാണ്, ആ ചേച്ചിയോട് പറയാ അതൊക്കെ ന്യൂജൻ ചെടിയാണ്, ഞങ്ങളുടെ കാലത്ത് ചെടി അതല്ല, ഇത് പെട്ടെന്ന് അങ്ങനെ ചീഞ്ഞു പോകും അല്ലെങ്കിൽ നശിച്ചു പോകും. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുള്ള ചെടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ എത്രയോ വെയിൽ കൊണ്ടാലും ചീഞ്ഞു പോവില്ല. ക്രോട്ടൺസും പഴയ കാലത്ത് ചെടികളാണ്. നാളെ നിന്നാലേ എന്റെ വീട്ടിലൊക്കെ കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു. വർഷങ്ങൾ ശരിക്കും മതില് പോലെ നമ്മൾ വെച്ചിരുന്നത്, വേലി ആയിട്ട് നമ്മൾ വെച്ചിരുന്നത് അത്തരം ചെടികളായിരുന്നു. ഇപ്പൊ എല്ലാരും ചട്ടിയിലാക്കിട്ടോ, അധികം പൊങ്ങി പോകില്ല. അതെ 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 അതെ. എനിക്കൊരു 10-15 ഉണ്ട് ക്രോട്ടൺസ്. പിന്നെ ഈ ഹൈബ്രിഡും ഒത്തിരി വരുന്നുണ്ട്. ഹൈബ്രിഡ് വരുന്നുണ്ട്. ഹാങ്ങിങ് ബോട്ടിൽ കുറച്ച് മണി പ്ലാന്റ്സ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. മണി പ്ലാന്റ്സ് ഒരു 8-9 വെറൈറ്റി മണി പ്ലാന്റ്സ് ഉണ്ട്. അതില് എൻജോയ് നിയോൺ പോത്തോസ്, എൻജോയ് മാർബിൾ പോത്തോസ്, ഗോൾഡൻ പോത്തോസ്, സിൽവർ പോത്തോസ്, പിന്നെ ബ്രസീൽ പോത്തോസ്, അങ്ങനെ കുറച്ച് വെറൈറ്റി ഉണ്ട്. ഇത് സിങ്കോണിയം ആണ്. സിങ്കോണിയത്തിന്റെ ഒരു 8-10 വെറൈറ്റി ഉണ്ട് ഇവിടെ. കാണാൻ നല്ല നാരോ ലീഫാണ് ഇതിന്റെ. സിങ്കോണിയത്തിന്റെ 10 വെറൈറ്റിയിൽ പല നാരോ ലീഫിന്റെ ഉണ്ട്, പിങ്ക് കളർ ഉള്ളതുണ്ട്, ഗ്രീൻ ഉണ്ട്, ഗ്രീനിൽ സ്ട്രൈപ്സ് ഉള്ളതുണ്ട്, ഇത് റെഡ് സ്ട്രൈപ്സ് ഉള്ളതുണ്ട്. സിങ്കോണിയം കാണാൻ നല്ല ഇതാണ്, ഭംഗിയുള്ള പല ഇലകൾ, നല്ല ലീഫ് നല്ല ഭംഗിയാണ് അതിന്റെ. ഇത് നാരോ ലീഫാണ്, പിങ്ക് കളറില്. ഇത് നല്ല കുറച്ച് ആന്തൂറിയാണ്. അതിൻ്റെ ഒരു 10 കളർ ഉണ്ട്. ഇത് മറ്റേ ഡാർക്ക് ടൈപ്പ് ആണ്. ഇത് പക്ഷെ പെട്ടെന്ന് പോകുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. അവിടെ കുറച്ച് ഇരിപ്പുണ്ട്, അത് നല്ല ഹെൽത്തി ആയിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള 10-20 വർഷമായിട്ടുള്ള. ഇത് പക്ഷെ ഞാൻ വാങ്ങിച്ചു വെച്ചത് 2-3 പോയി. പൂ ഉണ്ടാവുന്നുണ്ട് നന്നായിട്ട്, വളരെ ചെറിയ പൂവാണ്. എൻ്റെ 20 വർഷം പഴക്കമുള്ള ആന്തൂറിയാണിത്. ഇതിന്റെ പൂവൊക്കെ ഞാനിങ്ങനെ ഫ്ലവർ വേസിൽ വെക്കാനൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ നിർത്തിയതാ. പുതിയത് വന്നപ്പോൾ ഞാനിത് കളയണം എന്ന് വിചാരിച്ചു, പക്ഷെ കളയാതിരുന്ന് നന്നായി, അത് പെട്ടെന്ന് തന്നെ പോവുക. ഇതാണ് നല്ലത്. ഇതൊരു 20-22 ഒക്കെ വർഷമായതാ. എലിഫന്റ് ഇയർ എന്ന് പറഞ്ഞ ഒരു ആന്തൂറിയത്തിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു, അറിയില്ല. കാണാൻ നല്ല ഭംഗിയാണ്.
സാധാരണ നമ്മൾ ടേർട്ടിൽ വൈൻ ഹാങ്ങിങ് പോട്ടിൽ വെച്ചിരിക്കുന്നതാണ് കാണാറുള്ളത്. പക്ഷെ ഇത് നോക്കിക്ക് നിലത്തങ്ങനെ ഒരു എന്താണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പരവതാനി വിരിച്ചതുപോലെ ടേർട്ടിൽ വൈനുകളും ഇങ്ങനെ ഇവിടെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ടേർട്ടിൽ വൈൻ നിലത്ത് കിടക്കുമ്പോഴാണെന്ന് തോന്നുന്നത് അത് കുറെ ലാസ്റ്റ് ചെയ്യുന്നത്. സാധാരണ ഈ മരത്തിലല്ല നമ്മൾ പോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോട്ടിൽ കടന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവയുടെ ഒരു വശം അങ്ങോട്ട് കരിഞ്ഞു തുടങ്ങും. പക്ഷെ നിലത്താവുമ്പോൾ അവ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ സർവൈവ് ചെയ്ത് പോകുന്നത് കാണാം. റീന, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഞാൻ നഴ്സറിന്ന് വാങ്ങിച്ചുകൊണ്ട് നട്ട ചെടിയാട്ടോ. വെറുതെ ഒരു 100 രൂപ 120 രൂപയും കണ്ടു കൊടുത്തു. ചെറിയൊരു തൈയായിരുന്നു. ഇത് വലുതായി കഴിഞ്ഞപ്പോ അതിന്റെ വേരേന്ന് പൊട്ടി വന്നതാണ് ഇത്. ഇത് വല്ലാത്തൊരു എന്താണ് അല്ലേ? അതിന്റെ ആ ഒരു ലീഫിന്റെ ഷേപ്പിന് മാത്രമാണ് സാമ്യമുള്ളൂ. ബാക്കി അതിനകത്ത് ലൈറ്റ് ആ ഒരു വെള്ള കളറും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അത് ഭയങ്കര ഒരു വെറൈറ്റി ആയിപ്പോയി. കമ്പ് മുറിച്ചിട്ട് നട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ഇത്. അന്നേരം ഈ ഗ്രീൻ തന്നെയാണോ? ആ, ഗ്രീൻ തന്നെ. നഴ്സറികളിൽ എപ്പോഴും കാണുമ്പോൾ കൊതിയിടുന്ന ഒരു ചെടിയാണ് ഈ പോയിൻസിറ്റിയ ചെടികൾ എന്ന് പറഞ്ഞാൽ. താഴെ ഗ്രീൻ ലീഫ്, അതിന്റെ മുകളിലേക്ക് റെഡ് വരും, അല്ലെങ്കിൽ ഇതുപോലെ പിങ്ക് വരും, അല്ലെങ്കിൽ ക്രീം കളർ വരും, വൈറ്റ് വരും. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മളെപ്പോഴും കൊതിക്കുന്ന ഒരു ചെടിയാണ്. പക്ഷെ പിന്നീട് അത് ആ ഒരു നിറങ്ങൾ വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നട്ടിട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇത് നാടൻ പോയിൻസിറ്റിയാണ്. അപ്പൊ ഇവയുടെ ഈ ഒരു തുമ്പ് ഭാഗത്ത് നല്ല പിങ്ക് കളർ വരും. ക്രിസ്മസ് ട്രീ എന്നൊക്കെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡിസംബർ മാസം ആകുമ്പോഴേക്കാണ് ഇവയ്ക്ക് ഒരു നിറത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ശരിക്കും ഒരു സന്തോഷം തോന്നി. കാരണം ഒരു നൊസ്റ്റാൾജിയ ചെടികൾ എന്നൊക്കെ പറയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ഒരു ചെടി. നല്ല രസമുണ്ട്. ഇവിടെ ഇതിൽ പിങ്ക് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഈ ചെടിയെ നിങ്ങൾ വന്ന് കണ്ടോളൂ. യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതിനകത്ത് 3 കളറുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. ആദ്യത്തെ ദിവസം വയലറ്റ്, പിന്നെ അത് ലൈറ്റ് വയലറ്റിലേക്ക് മാറും, പിന്നെ വൈറ്റ് ആകും. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ പൂവൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു പൂവാണ് താഴെയായിട്ട് ഉള്ളൂ. ബാക്കിയെല്ലാം ഇത് ചെടി വളർന്നു വരുന്നേ ഉള്ളൂ. 1 വർഷമായിട്ടുള്ള ഒരു ചെടിയാണിത്. ഇതൊരു വെറൈറ്റി ബിഗോണിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇതിന്റെ പേരെന്നാ ചേച്ചി? അതിന്റെ പേര് എനിക്ക് അറിയില്ല. ഇതിന്റെ ഒരു അല്ലെ നിറവും അതുപോലെ തന്നെ കോമ്പിനേഷനും കൊണ്ട് വളരെയധികം നല്ല ഭംഗിയുള്ള ബിഗോണിയാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിഗോണിയാണ്. അതിന്റെ ഇതൊക്കെ നല്ല എന്താ പറയുന്ന സ്പോഞ്ച് പോലെ. ഇതും നല്ലൊരു വെറൈറ്റി ആണ്. പേരറിയില്ല. നല്ല ഭംഗിയുള്ള വെൽവെറ്റ് പോലെ. അതുപോലെ ഈ സാൻസ്വേരിയ നോക്കിക്കേ, ഇത് നല്ല ഹെൽത്തിയാണ്. അതുപോലെ നല്ല വലിപ്പമുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നോക്കിക്കേ, നല്ല സാൻസ്വേരിയ ആണ് കേട്ടോ ഇത്. ഇതും അതുപോലെ തന്നെ ഒരു അഗ്ലോണിമ, ഒരു റൈസ് ലീഫ് എന്നാണ് പറയുന്നത്. അതിന്റെ ആ ലീഫ് കണ്ട വളരെ ഇങ്ങനെ ചെറിയ ലീഫാണ്, ഇല്ലെങ്കിൽ വീതി കുറഞ്ഞിട്ടുള്ള ലീഫാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ ബിഗോണികളുടെയും കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ കുറച്ചുണ്ട്, പിന്നെ ബാക്കിലും ഒക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അഗ്ലോണിമ, ഇത് അഗ്ലോണിമയുടെ ക്യാൻഡി എന്ന് പറയുന്ന വെറൈറ്റി ആണ്. അഗ്ലോണിമയുടെ ഒരു 50 വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ, ഗ്രീനും എല്ലാം കൂടെ. പിന്നെ ഇത് ഫ്രോസൺ, കുറെയൊക്കെ പേരറിയാം. പിന്നെ സ്റ്റാർ ഡസ്റ്റ് ഉണ്ട്, സൂപ്പർ വൈറ്റ് ഉണ്ട്, ട്രൈ കളർ ഉണ്ട്. ഇത് ഹാങ് എന്ന് പറയുന്ന ഒരു ഇതാണ്. പിന്നെ ലെഗസി, ഇത് ലെഗസി ആണ്. പിന്നെ അത് സുക്സം, ജയ്പോങ് റെഡ്. ഇത് ജയ്പോങ് റെഡ്.
ഇത് ബ്യൂട്ടി റെഡ് അല്ലേ? ബ്യൂട്ടി റെഡ്. ഇത് ഗോൾഡൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ഇത്. പിന്നെ ഇത് ബിഗ് റോയ്. ബിഗ് റോയ്. അപ്പുറത്ത് നിൽക്കുന്നത് പിങ്ക് ലിപ്സ്റ്റിക്. പിങ്ക് ലിപ്സ്റ്റിക്. ഇത് ബിഗ് റോയ്. ഇത് റെഡ് വാലന്റൈൻ എന്ന് പറഞ്ഞ ഇതാണ്. അത് പിങ്ക് വാലന്റൈൻ. ഇത് ബോക്സർ അല്ലേ? ബോക്സർ. ഇത് ഷുഗർ അങ്ങനെ എന്തോ പറഞ്ഞു. ഷുഗർ അങ്ങനെ എന്തോ ഒരു പേരുണ്ടായിന്. അതെന്തോ റെഡ് എമറാൾഡ്. പിന്നെന്താ ബട്ടർഫ്ലൈ. ഇതിന്റെ അതുപോലെ തന്നെ ഒരു നാരോ ലീഫാണ്. ബിഗ് റോയ് ഒക്കെ പോലെ തോന്നിക്കും ആദ്യം, പക്ഷെ അതിന്റെ ലീഫിന് നല്ല വ്യത്യാസമുണ്ട്. കളർ കോമ്പിനേഷൻ ഒക്കെ ഏകദേശം സെയിം ആണ്. ഞാനിരിക്കുന്ന ബിഗോണികളൊക്കെ നല്ല നല്ല രസമുള്ളതാണ് കേട്ടോ. ഈ ബിഗോണി നോക്കിക്കേ, നല്ല ഭംഗിയുണ്ട്. നല്ല അതിന്റെ ലീഫിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? ശംഖ് പോലെ. അത് തന്നെ അതിന്റെ കോമ്പിനേഷൻ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? കാണാനായിട്ട് കാണാൻ നല്ല ഭംഗി. അതെ. പിന്നെ ഫിലോഡാൻഡ്രംസ് കുറച്ച് അധികം ആയിട്ടുണ്ടല്ലേ? ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞപ്പം ഈ ഒരു ഫിലോഡാൻഡ്രം ഒന്നും ഞാൻ കണ്ടില്ല. ഇല്ല, അതൊക്കെ പുതിയതാണ്. അന്ന് എനിക്ക് ഇത് ബിർക്കിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം ഇതൊക്കെ പുതിയതാണ്. പിന്നെ ഇത് പെപ്രോമിയയുടെ ഒരു 2-3 വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അത് അഗ്ലോണിമയുടെ എന്താ പറയാ, സെൻസ് സ്റ്റാർ, ബ്യൂട്ടി റെഡ്, അങ്ങനെ. പിന്നെ കലാത്തിയാണ്. കലാത്തി ഇത്തിരി വെയിൽ കൊള്ളുമ്പോഴത്തേനും അതങ്ങ് അവയുടെ ഉണക്ക് പിടിക്കും. ഉണങ്ങിയ ലീഫ് പോലെ. അതെ 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 അതെ. ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇതും ഡിഫൻ ബാച്ചിയയുടെ ആണ്. ഇത് രണ്ടും ഡിഫൻ ബാച്ചിയ, ഇതും ഡിഫൻ ബാച്ചിയ. ഇത് മിൽക്കി ബാംബു ആണ്. മിൽക്കി ബാംബുവിന്റെ ഒരു പ്ലാന്റ് ആണ്. ബിഗോണിയയുടെ ഒരു 10-25-30ഓളം വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ പഴയ ബിഗോണിയ കേട്ടോ. പുതിയ അങ്ങനെ പെട്ടെന്ന് പോവില്ല. പഴയത് അധികം പെട്ടെന്ന് പോകില്ല, പുതിയത് പെട്ടെന്ന് പോകും. ഇതെല്ലാം പഴയ വെറൈറ്റിയാണ്. ഇത് കുറച്ച് അവയുടെ നിറം പക്ഷെ നല്ലതാണ്, നല്ല രസമാണ് എല്ലാം കാണാനായിട്ട്. നല്ല കളർഫുൾ ആണല്ലോ. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഞാൻ ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. ആണല്ലേ? ഇത് കണ്ടോ റീന? ഇതിന്റെ ഇതെല്ലാം ഇങ്ങനെ എന്തോ ലീഫ് ഇങ്ങനെ വന്നിട്ട്. ചേച്ചി ഇത് പോകാനായിട്ട് നമ്മളുണ്ടല്ലോ, ഈ പുഴുക്കളോ കീടങ്ങളോ ഒക്കെ വരുന്നതാണ്. അപ്പൊ നമ്മള് കൊക്കക്കോളയില്ലേ, നമ്മൾ കുടിക്കുന്ന കൊക്കക്കോള, ആ കൊക്കക്കോളയില് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കീടങ്ങളെല്ലാം തന്നെ പൊക്കോളും. അവർക്ക് ഈ ആ ഒരു സ്മെല്ലും ഒക്കെ അവർക്ക് ഇഷ്ടക്കുറവാണ്. അപ്പൊ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാൻ മിക്കവാറും ചെടികളിൽ അതാണ് ഇപ്പൊ പരീക്ഷിക്കുന്നത്. വീട്ടമ്മ എന്നതിലുപരിയായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുപോലെ ചേച്ചി ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരുപാട് ജോലിക്കാരൊക്കെ പറമ്പിലും പാടത്തും ഒക്കെ ആയിട്ടുണ്ട്.
ദിവസവും അവർക്കുള്ളതായ പല പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അത് മാത്രമല്ല, നമുക്ക് സമയമില്ല എന്ന് എപ്പോഴും പറയുന്ന നമ്മൾ, ഇത്തരത്തിലുള്ള ആളുകൾ കൂടി നമ്മുടെ ചുറ്റുപാടുണ്ട്. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ ഇത്തരത്തിലുള്ള സകലമാന ജോലികളിലും തിരക്കുകളിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഇവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നതിൽ വളരെയധികം അഭിനന്ദനാർഹമാണ്. അതുപോലെ തന്നെ ചേച്ചിയുടെ ഈ ഒരു പ്രായം തന്നെ ഈ ഒരു ഇത്ര ചെറുപ്പക്കാരിയായിട്ട് ഇത്ര ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യുവാനായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ആരോഗ്യം കിട്ടുന്നു എന്നുള്ളത് എനിക്ക് തോന്നുകയാണ്. ചെടിക്കാഴ്ചകൾ ഒരിക്കലും മാത്രമല്ല, നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ തയ്ച്ചെടുക്കുന്ന ചേച്ചിയുടെ കരവിരുത് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. സാരികളും അതുപോലെ തന്നെ ചുരിദാറുകളും അതിന്റെ എംബ്രോയിഡറി വർക്കുകളൊക്കെ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു വീടിനെ ഒരുക്കുന്നതിൽ മാത്രമല്ല, വീടിന് ഉള്ളിലുള്ള കാഴ്ചകളും അതുപോലെ തന്നെ കുക്കിങ്ങും ഇതെല്ലാം തന്നെ പാഷനായിട്ടുള്ള സർവകലാവല്ലഭയായിട്ടുള്ള ഒരു ചേച്ചിയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഒരുപാട് ചെടികളെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോയും അതുപോലെ റീന ചേച്ചിയുടെ ഈ കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ളത് ഞങ്ങൾക്ക് ഒരുപാട് ഉറപ്പാണ്. പിന്നെ ചേച്ചിക്ക് 2 മക്കളാണല്ലോ. അതെ. അപ്പൊ 2 മക്കളുടെയും ഭാര്യമാര്, അപ്പൊ അവർക്ക് എങ്ങനെയാണ് ചെടികളുടെ അമ്മേനെ സഹായിക്കാനോ ഇഷ്ടമാണോ? എങ്ങനെയാണ് അവരുടെ സഹായമൊക്കെ? അവർക്ക് 2 പേർക്കും ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. 2 പേരും ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പക്ഷെ 2 പേർക്കും ഒത്തിരി ചെടികളുണ്ട്. അവിടെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒരുപാട് ഇവിടെ അമ്മയുടെ തന്നെ കൊണ്ടുപോകാൻ ചെയ്യാം. അമ്മയുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് അവർക്ക് അതിനെ പരിചരിക്കുകയൊക്കെ ചെയ്യാം. 2 പേർക്കും ചെടി ഇഷ്ടമാണ്. അതെ, തീർച്ചയായിട്ടും അവരുടെയും കൂടി ഒരു മോറൽ സപ്പോർട്ട് എങ്കിലും നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഒപ്പം സന്തോഷിക്കാനും കൂടി പറ്റുന്നത്. കാരണം ചെടികളെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അതെ, അത് വലിയൊരു കാര്യമായിട്ടോ. 2 മക്കൾക്കും 2 മോളുമാർക്കും ചെടി ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ വലിയ കേൾക്കുമ്പോൾ തന്നെ അല്ലേ, ഒരു അമ്മയുടെ വായിൽ നിന്ന് വന്നിരിക്കുന്ന 2 മക്കൾക്കും ഈ ചെടികൾ ഇഷ്ടമാണെന്ന് കേൾക്കുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. പിന്നെ മറ്റേ മോന്റെ പിള്ളേര് വരുവാണെങ്കിൽ അവർക്ക് നനയ്ക്കാനും ഒക്കെ ഇഷ്ടമാണ്. ഫ്ലാറ്റിലാണെങ്കിലും അവര് പൈപ്പ് പിടിച്ച മോള് നനയ്ക്കുന്ന കൂട്ടത്തിൽ അതൊക്കെ നമുക്ക് ഒരു വല്ലാത്ത സന്തോഷം തരും, സപ്പോർട്ട് തരും അല്ലെ. മക്കളുടെ കാര്യം പറഞ്ഞു, വന്നേക്കണ മക്കളും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സ്വന്തം ആളുടെ കാര്യം പറഞ്ഞില്ല. സാറിന്റെ എങ്ങനെ ചെടികളോടുള്ള ഇഷ്ടമൊക്കെ എങ്ങനെയാണ്? ചെടികളൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഇല്ലാത്തപ്പോ നനയ്ക്കും. പക്ഷെ അഗ്ലോണിമയൊക്കെ നനച്ചിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും. വെള്ളത്തിന്റെ അതെ, എന്നാലും നനയ്ക്കും. എനിക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ നനയ്ക്കണൊക്കെ പുള്ളി തന്നെയാണ്. ചെടികളൊക്കെ ഇഷ്ടമാണ്. പിന്നെ കൃഷിയല്ലേ. അതെ, ഇഷ്ടം പോലെ നല്ല നല്ല ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. നമുക്കൊരു വീഡിയോ നല്ല ഫ്രൂട്ട്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ചെടികൾ കാണുമ്പോ അറിയാം, എന്തായാലും സാറിന്റെ സപ്പോർട്ടും കൂടി വേണം. കാരണം ഈ ചെടികൾ വാങ്ങിക്കാനും ഒക്കെ നമ്മളെ ഒന്ന് കൊണ്ടുപോകാനും വാങ്ങിപ്പിക്കാനും ഒക്കെ ചെയ്യുന്നത് അവര് കൂടി ഉള്ളത്. പിന്നെ ഓൺലൈൻ വരുവാണെങ്കിൽ DTDC വരുവാണെങ്കിൽ പോയി എടുത്തോണ്ട് വരും. അതെ, നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് മേടിച്ചു തരും. അതെ, ബാക്ക്ബോർഡായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. എന്തായാലും അതും വലിയൊരു സന്തോഷമാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി ഇനിയും ഈ ഒരു ചെടികള് ഒരുപാട് ഉണ്ടായി വരട്ടെ. അതുപോലെ വലിയൊരു ബിസിനസ്സുകാരിയായിട്ട് മാറട്ടെ. അല്ല, ബിസിനസ്സിനേക്കാളുപരി എനിക്ക് ചെടികൾ കാണാനാണ്. തീർച്ചയായിട്ടും ചെടികൾ കാണുമ്പോൾ അതാണ് എനിക്കും അതാണ്. അല്ലാതെ എനിക്ക് ചെടി കാര്യം സെയിലുണ്ടെങ്കിലും ചെടികളെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പൊ എന്തായാലും ഇനിയും ചെടികൾ കൂടട്ടെ. അങ്ങനെ പുതിയ വീഡിയോകൾ നമുക്ക് വരട്ടെ. ആവശ്യക്കാർക്ക് ഇന്ത്യയിൽ എവിടെയും ചെടികളൊക്കെ അയച്ചു കൊടുക്കും കേട്ടോ. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാ ചെടിയെന്ന് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അത് നമ്മൾ അയച്ചു തരാൻ വില്ലിങ് ആണ്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ചേച്ചിക്ക് ഇത് അധികം അങ്ങനെ കൊടുക്കുന്നതിനോടല്ല
എന്നാലും ആവശ്യക്കാർക്കൊക്കെ ചെടികൾ അയച്ചു കൊടുക്കുന്ന ചേച്ചിയുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. അപ്പോ ഈ ചെടികളെയും ചെടിക്കാഴ്ചകളെയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. കാരണം ഈ ഹോം ഗാർഡൻ ടൂർ എന്ന് പറഞ്ഞ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഓരോ വീട്ടിലുമുള്ള ചെടികൾ ചിലപ്പോൾ ഒരുപോലത്തെ ചെടിയായിരിക്കും, പക്ഷെ എന്താ അവയുടെ അറേഞ്ച്മെന്റ്സ് എല്ലായിടത്തും വ്യത്യസ്തമായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ നമ്മുടെ ഈ ചെടികളെയും ചെടിക്കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെടട്ടെ അല്ലെ. അപ്പൊ അടുത്ത വീഡിയോയില് നല്ല നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് റീന ടീച്ചർ വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ ടാറ്റാ. അപ്പൊ റീന അവിടെ വന്നതിനും ഇങ്ങനെ ചെടിയുടെ ഒക്കെ വീഡിയോ എടുത്തതിനും എനിക്ക് ഒരു സപ്പോർട്ട് തന്നതിനും ഭയങ്കര സന്തോഷം. ഇനിയിപ്പം പുള്ളിയുടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോ ഞാൻ വിളിക്കാം. അപ്പൊ ആ സമയത്ത് എന്തായാലും നമുക്കൊരു പുതിയ വീഡിയോ കൂടി ചെയ്യണം. പിന്നെ ഈ ചെടിക്കാഴ്ചകൾ എല്ലാവരും കാണട്ടെ. നമ്മള് കുറച്ചുപേര് മാത്രം കണ്ടാൽ പോലെ എല്ലാവരും കാണട്ടെ. അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യവും. ഈ ചെടികൾ എല്ലാവരും ഇത് കാണാനായിട്ട് എത്രയോ പേര് നമ്മുടെ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് ഹോം ഗാർഡൻ ടൂർ ഒന്നും ഇല്ലേ, അങ്ങനെയാകുമ്പോൾ ഒരു വെറൈറ്റി ചെടികൾ കാണാലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞങ്ങളോടും സപ്പോർട്ട് ചെയ്ത ചേച്ചിക്ക് ഒരുപാട് നന്ദി.